നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിവർപൂൾ പൊട്ടി, അതും ലീഗിലെ അവസാന സ്ഥാനക്കാരോട് അവസാന നിമിഷത്തിൽ ഗോൾ വാങ്ങിക്കൊണ്ട്. വോൾസ് ഈ സീസണിൽ ഏറ്റവും അവസാനമാണ്. 30 കളികളിൽ നിന്ന് 16 പോയിന്റേ ഉള്ളൂ. ടോപ്പ് 6 വിജയിക്കാൻ കഴിയാതിരുന്ന ടീം ഇപ്പോൾ ഇതാ തുടർച്ചയായി 2 തവണ വിജയിച്ചിരിക്കുകയാണ്. ആസ്റ്റൺ വില്ലയെ തോൽപ്പിച്ചതിന് പിന്നാലെ ഇതാ ലിവർപൂളിനെയും തോൽപ്പിച്ചിരിക്കുന്നു. സീസണിലെ 3ാമത്തെ മാത്രം വിജയമാണ് വോൾസിന് എന്നറിയുക. 2-1 തോൽവിയാണ്. ആദ്യ പകുതി ഗോൾ രഹിതമായ മത്സരം. രണ്ടാം പകുതിയിൽ 78ാമത്തെ മിനിറ്റിൽ ഗോമസിലൂടെ വോൾസ് ലീഡെടുക്കുന്നു. എന്നാൽ 83ാമത്തെ മിനിറ്റിൽ മോസലയുടെ ഗോള്. പക്ഷെ അവസാന ഘട്ടത്തിൽ ആൻഡ്രയുടെ ഗോളിലൂടെ വോൾസ് വിജയിച്ച് കയറുന്നു. നോക്കുക, എത്ര കാലത്തിന് ശേഷമാണ് പ്രീമിയർ ലീഗിൽ മോസല ഒരു ഗോൾ അടിക്കുന്നത്. നവംബർ 1 ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രീമിയർ ലീഗ് ഗോൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടീമിനെ വിജയിപ്പിക്കാൻ പറ്റിയില്ല. ഇനി അവസാന നിമിഷം ഗോൾ വാങ്ങി തോൽക്കുന്നത് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ തുടരെ ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 5ാമത്തെ കളിയിലാണ് അവസാന നിമിഷം സ്റ്റോപ്പേജ് ടൈമിൽ ഗോൾ വാങ്ങി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്, കളി തോൽക്കുന്നത്. നേരത്തെ വോൾസിനോട് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 7ാമത്തെ മിനിറ്റിൽ ഗോൾ വാങ്ങി തോറ്റിരുന്നു. ചെൽസിയോട് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 5ാമത്തെ മിനിറ്റിൽ ഗോൾ വാങ്ങിയിരുന്നു. ബേൺമൗത്തിനോട് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 5ാമത്തെ മിനിറ്റിൽ ഗോൾ വാങ്ങി. മാഞ്ചസ്റ്റർ സിറ്റിയോട് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 3ാമത്തെ മിനിറ്റിൽ ഗോൾ വാങ്ങി. ഇപ്പോൾ വോൾസിനോട് 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 4ാമത്തെ മിനിറ്റിൽ ഗോൾ വാങ്ങി. സോ ലിവർപൂളിന് ഈ സീസണിൽ അവസാന നിമിഷം പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഏതായാലും പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് അവരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.